കേരള സർവകലാശാല സെനറ്റ് യോഗ തീരുമാനങ്ങൾ ഗവർണർ റദ്ദാക്കിയേക്കും. വൈസ് ചാൻസലർ നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ആലോചന. ഉന്നത വിദ്യാഭ്യാസ മന്ത്രി യോഗത്തിന് അധ്യക്ഷത വഹിച്ചത് ചട്ടവിരുദ്ധമെന്നാണ് വിസിയുടെ റിപ്പോർട്ട്. നിയമവഴി തേടുമെന്ന് ചാൻസലറായ ഗവർണർ വ്യക്തമാക്കി. ഉന്നത വിദ്യാഭ്യാസ മന്ത്രിക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് ചാൻസലറുടെ നോമിനികളായ ബിജെപി അംഗങ്ങൾ പരാതി നൽകി. വിസി നിയമന സെർച്ച് കമ്മിറ്റിയിലേക്ക് സർവകലാശാല പ്രതിനിധിയെ നൽകില്ലെന്നായിരുന്നു വെള്ളിയാഴ്ച ചേർന്ന സെനറ്റ് തീരുമാനം. എന്നാൽ പ്രോ ചാൻസലർ എന്ന നിലയിൽ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി അധ്യക്ഷയായ യോഗ തീരുമാനങ്ങൾ അസ്ഥിരപ്പെടുത്താനാണ് ഗവർണറുടെ ആലോചന. ചാൻസലറായ ഗവർണർ ചുമതലപ്പെടുത്താതെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി അധ്യക്ഷയായതിനാൽ യോഗ തീരുമാനങ്ങൾക്ക് നിയമപരമായ നിലനിൽപ്പില്ലെന്നാണ് ഗവർണറുടെ നിലപാട്. In my opinion, illegality has happened and law will certainly take its course. രാജ്ഭവനിലെത്തി ഗവർണർക്ക് വൈസ് ചാൻസലർ നേരിട്ട് നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നീക്കം. അതേസമയം മന്ത്രിക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് ഗവർണർ നാമനിർദ്ദേശം ചെയ്ത അംഗങ്ങൾ പരാതി നൽകി. കേരളത്തിൽ ഇതുവരെ ഉണ്ടായിട്ടില്ലാത്ത വിധം സർവകലാശാലയുടെ ചട്ടങ്ങളെല്ലാം മറികടന്നുകൊണ്ട് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി അധികാര ദുർവിനിയോഗം കാണിച്ചതാണ്. സെർച്ച് കമ്മിറ്റിയിലേക്ക് ഇവർ നിർദ്ദേശിച്ച പേര് അംഗീകരിക്കണമെന്നും ഗവർണറോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇതിനിടെ മന്ത്രിക്ക് പ്രതിരോധം തീർത്ത് ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ രംഗത്തെത്തി. ചാൻസലർ സെനറ്റ് യോഗത്തിൽ പങ്കെടുക്കാതിരിക്കുകയും പ്രോ ചാൻസലർ പങ്കെടുക്കുകയും ചെയ്യുമ്പോൾ യോഗത്തിന്റെ അധ്യക്ഷയാവാൻ പ്രോ ചാൻസലർക്ക് അവകാശമുണ്ട്. അതിനായി പ്രത്യേകം ചുമതലപ്പെടുത്തേണ്ടതില്ലെന്നാണ് ഇടത് അംഗങ്ങളുടെ വാദം. റിപ്പോർട്ടർ, തിരുവനന്തപുരം.